എല്ലാവർക്കും നമസ്കാരം. 2 മില്യൺ ആൾക്കാരാണ് ഈ ഒരാളിൻ്റെ വീഡിയോ 2 ദിവസം കൊണ്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരാളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നത്. ഇത് മിസ്റ്റർ രൂപേഷ്. രൂപേഷ്, ഹായ്. ശരി ചേട്ടാ, താങ്ക് യു. രൂപേഷ്, എങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തു. കാരണം രാത്രി ഒരുപാട് ട്രാഫിക്, കാരണം ഓഫീസ് വിട്ടിട്ട് വരുന്ന സമയം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ ബാക്കിൽ ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ അമ്മ TV എന്ന് പറഞ്ഞാൽ അത് തന്നെ, ആ പേര് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. നമ്മൾ സ്വന്തം അമ്മ, അത് അമ്മേനെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആരും ഈ ലോകത്ത് വേറെ ആരുമില്ല. അങ്ങനെ എൻ്റെ അമ്മയല്ല, എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ വിസിറ്റിൽ വന്ന് 2 മാസമായി. അവർ പോകുന്ന രാത്രി, ദാറ്റ് വാസ് ഓൺ സാറ്റർഡേ, ഐ തിങ്ക് 2-3 days ബാക്ക്, അവർ പോന്ന് അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കി. ഞങ്ങൾ തിരിച്ച് വന്നു. അവർ കണ്ണൂരേക്ക് പോവാണ്. കണ്ണൂരേക്ക് പോകേണ്ട ഫ്ലൈറ്റിൽ കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു, ഞാനും വൈഫും മകനും. അങ്ങനെ വൈഫും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഉറങ്ങേണ്ട വാതിലൊക്കെ അടച്ച്. അങ്ങനെ ഞാൻ ജസ്റ്റ് എന്തൊരു ഉറക്ക് ശരിയാവുന്നില്ല, എന്തൊരു സംതിങ് പിന്നെ എന്തൊരു ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് കഴിയുമ്പം വൈഫിനോട് ചോദിച്ചു, വൈ ആർ നോട്ട് സ്ലീപ്പിംഗ്, എന്താ രൂപേഷേട്ടാ നിങ്ങളൊന്നും ഉറങ്ങുന്നില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല കുറച്ച് കഴിയട്ടെ. ഞാനങ്ങനെ ഹാളിൽ വന്നിരുന്നു. അങ്ങനെ ഈ മൊബൈൽ, സാഗരം സാക്ഷി എന്ന് പറഞ്ഞ പോലെ മൊബൈൽ സാക്ഷി, ഈ ഒരു മൊബൈൽ കയ്യിലുണ്ട്. ഇങ്ങനെ മറിച്ച് നോക്കി കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഉറക്ക് വരുമല്ലോ. അങ്ങനെ ജസ്റ്റ് ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ജോർജ് സാർ, നമ്മളെ തുടരും, നമ്മളെ തരുൺ മൂർത്തി സാറിൻ്റെ അത് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു. അമിതാഭ് ബച്ചൻ്റെ ഒരു ഷോലയിലുള്ള ഒരു ഡയലോഗ് ആയിരുന്നു മനസ്സിൽ വന്നു. പിന്നെ ഇതും വന്നു. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന, കാരണം വെച്ചാൽ ഈ വർക്ക്ഷോപ്പിനെല്ലാം പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്തുകൂടാ, കാരണം വിതൗട്ട് എനിത്തിങ്. കാരണം പിന്നെ വൈഫും മകനും ഉറങ്ങുന്നതാണ്, അവരെ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ല, അവർ ക്ഷീണമുണ്ട് എയർപോർട്ടിലൊക്കെ. അങ്ങനെ വാതിലടച്ച് ഞാനിങ്ങനെ കൊണ്ടുവന്ന് മൊബൈൽ ഇങ്ങനെ അവിടെ വെച്ച് പ്ലേസ് ചെയ്ത്, പിന്നെ TV അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് എല്ലാം ഓഫ് ചെയ്ത് എല്ലാം വന്ന് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച്. ഇറ്റ് വാസ് അറൌണ്ട് 2 o'clock in the morning. 2 o'clock in the morning, യു നോട്ട് ബിലീവ്. അങ്ങനെ വെച്ച് അപ്പം ഒരു ടേക്ക് എടുത്തു. അപ്പോൾ സൗണ്ട് ഇങ്ങനെ കൂടുന്നുണ്ട്, കാരണം 2 മണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ടിന് നല്ല ബാസ് വരും. മമ്മൂക്കെല്ലാം പറഞ്ഞതൊക്കെ 4 മണിക്ക് പൊലച്ചൊക്കെ പോയിട്ട്. അപ്പം എൻ്റെ ബാസ്, ഞാനൊരു സിംഗറും കൂടിയാണ്. അപ്പം എൻ്റെ സൗണ്ട് ചില നല്ല നോർമലി ഞാൻ വരിക, ഞാൻ എൻ്റെ സിനിമയിലും പല കാര്യങ്ങളിലും ഷോർട്ട് ഫിലിമിലും ഞാൻ വേറെ ആൾക്കാരും ഡബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഡു ഹാവ് എ ഗുഡ് വോയിസ്, ടു ഗിവ് സംബഡി എൽസ്. കാരണം ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡയലോഗ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പഞ്ച്ഫുൾ ഡയലോഗ് ഇൻ ദാറ്റ് മൂവി. ലാലേട്ടനുണ്ട്, പക്ഷെ ഒരു വില്ലനും അതിന് ഈക്വലൻസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ 2 sides ഓഫ് എ കോയിൻ. രണ്ടും ഈക്വൽ ആയിരുന്നു. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് തന്നെ മനസ്സ് അതിങ്ങനെ ഒരു അഭിവാഞ്ച എന്ന് പറയും, നമ്മുടെ ഒരു റിക്വസ്റ്റ് അതുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദെയർ ആക്ച്വലി. അങ്ങനെ ആ ക്യാരക്ടർ മനസ്സിലേക്ക് വന്നു. വാതിലൊക്കെ അടച്ചു, അവർ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ സാധനം വെച്ചു. ആദ്യത്തെ ടേക്ക് എടുത്തു, ഒറ്റ സ്ട്രെച്ചിൽ എടുക്കണം, അല്ലാണ്ട് കട്ട് പീസും മറ്റേ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം യു ഹാവ് ടു പിന്നെ പഠിക്കണം ഡയലോഗ്, യു ഹാവ് ടു പിന്നെ വേറെ കണ്ണൂർ സ്ലാങ് കുറച്ചുകൂടി. കോഴിക്കോട് സ്ലാങ് പിടിച്ചു നോക്കുക, പക്ഷെ കണ്ണൂർ സ്ലാങ് അതിൽ കയറി. അപ്പം ഞാൻ വെച്ചു, ഓക്കെ കണ്ണൂരാണ് കണ്ണൂർ, തലശ്ശേരിയാണ് തലശ്ശേരി, ഞാൻ തലശ്ശേരിയാണ്, ഐ എം ഫ്രം തലശ്ശേരി. അപ്പം അങ്ങനെ ജസ്റ്റ് അങ്ങനെ വെച്ചു. അങ്ങനെ തുടങ്ങി. നമ്മളെ ഗുരുവായ, നമ്മൾ എന്താ പറയേണ്ടത്, തരുൺ മൂർത്തി ജിയില്ല, ആ സിനിമേൻ്റെ ഗുരു, അദ്ദേഹത്തിന് മനസ്സിൽ വിചാരിച്ചു, ഈ ക്യാരക്ടറിനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ വോയിസ് ഒക്കെ മാറി. ഇപ്പം എൻ്റെ വൈഫ് അത് കഴിഞ്ഞിട്ട് എന്തോ ഒച്ച കേട്ട് പുറത്ത് വന്ന് ഇത് കഴിഞ്ഞ് വന്ന സമയത്ത് അവർ, നിങ്ങളെ സൗണ്ട് നിങ്ങൾ എന്താണ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം അവർ സാക്ഷിയാണ്, ഈ മൊബൈലും സാക്ഷി, പിന്നെ ഈശ്വരനും പടച്ചോനും. അങ്ങനെ വെച്ച് ഒരു സ്നാപ്പിൽ അങ്ങനെ വെച്ച് ഒരൊറ്റ സ്ട്രെച്ചിൽ പിടിച്ച് സംഗതി. പിന്നെ സിഗരറ്റ് വീട്ടിൽ നിന്ന് വലിക്കാൻ പറ്റില്ല. സിഗരറ്റാണ് അതിൽ ജോർജ് സാർ ചെയ്തിട്ടുള്ളത്. സിഗരറ്റ് ഞാൻ വലിക്കാത്ത ആളാണ്. ഞാൻ ഡ്രിങ്ക്സും ഇല്ല, ഞാൻ ഡ്രിങ്ക്സ് ഇതുവരെ കഴിച്ചിട്ടില്ല. അത് കട്ടൻ ചായ ആയിരുന്നു. കട്ടൻ ചായ അതര വൈഫ് അതര ചോദിക്കുന്നുണ്ട്, അവിടെ ഒച്ചപ്പാടെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കട്ടൻ ചായ വെച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എന്നോട് പലയാളും ചോദിച്ചു, അതിൽ പലയാളും കമൻസും ഞാൻ കണ്ടു. ഇവിടെ നിന്നുള്ള കോട്ടയത്ത് നിന്ന്, ചങ്ങനാശ്ശേരി നിന്നുള്ള ആരോ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ 2 മില്യൺ പുറത്തായി കഴിഞ്ഞു, ഞാൻ അറിയില്ല, ഞാൻ അബുദാബി ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ രാത്രി അതല്ലേ, ഒരുപാട് ലേറ്റ് ആയല്ലോ. അപ്പോൾ ദെൻ ദാറ്റ്സ് വൈ ഐ വാസ് നോട്ട് ഏബിൾ ടു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വിളിച്ച സമയത്ത് എനിക്ക് രാവിലെ എത്താൻ പറ്റില്ല, കാരണം ഓഫീസിലൊക്കെ പോകണല്ലോ, രാത്രി അല്ലാണ്ട് സമയം കിട്ടില്ല. അങ്ങനെ ഈ ഡയലോഗ്സ് പറഞ്ഞു. പിന്നെ ആ ചായ കുടിക്കുന്നത്, ദാറ്റ് മീൻസ് നമ്മൾ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, നമുക്ക് ചായ കുടിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കി അതുകൊണ്ടൊന്ന് നമ്മൾ കൺസെപ്റ്റിൽ ഡ്രിങ്ക്സ്, സിഗരറ്റ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വലിച്ച മോനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവനൊരു
അവൻ ഇത് കണ്ടിട്ടാണ് വളരുക. അപ്പം നമ്മൾ സ്മോക്കിംഗ്, ഫാദർ തന്നെ സ്മോക്ക് ചെയ്തിട്ട് വീട്ടിൽ എന്ന് പറയുമ്പോൾ അത് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. അങ്ങനെ ഞാൻ ഈ കട്ടൻ ചായൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അതുകൊണ്ടല്ലേ സിഗരറ്റാണ് അവിടെ ഇടാൻ വെച്ചത്, അത് കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് അങ്ങനെ അത് കൊടുത്തു. എൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ കുറച്ച് എക്സ്ട്രാ സാധനം അതിലിട്ടുണ്ട്, പക്ഷേ ഡയലോഗ് സെയിം ആണ്. ഞാൻ കുറച്ച് എക്സ്ട്രയും കൂടി കൊടുത്തു. അങ്ങനെ വെച്ചു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളയും കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ ഈ പരിഹാസ കഥാപാത്രങ്ങളല്ലാത്ത ആൾക്കാർ, കാരണം പല ആൾക്കാരും അയക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ അവർ ഏത് സെൻസിൽ എടുക്കും നമുക്കറിയില്ല. ഇവൻ എന്താണ് വൈ ദിസ് ഫെലോ ഇസ് നോട്ട് ഹാവിങ് ടൈം, ഇവൻ വേറെ ടൈം പാസ് ആണോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ എനിക്ക് റിലയബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ വൈഫിന് അയച്ചു കൊടുത്തു, എൻ്റെ മദറിന് അയച്ചു കൊടുത്തു, എൻ്റെ സിസ്റ്റർക്ക് അയച്ചു കൊടുത്തു, പിന്നെ നമ്മുടെ ഫിലിമിലുള്ള കുറച്ച് കുടുംബക്കാരുണ്ട് അവർക്കെല്ലാം അയച്ചു കൊടുത്തു, പിന്നെ ഷാജിയേട്ടന് അയച്ചു തന്നു. പിന്നെ അന്നേരം പിറ്റേ ദിവസമാണ് ഞാൻ ഷാജിയേട്ടൻ ഈ അമ്മ ചാനലിലേക്ക് ഇത് പിന്നെ ഇട്ടത്, ഇത് പോസ്റ്റ് ചെയ്തത് ഞാൻ അറിയുന്നത്. ഐ വാസ് നോട്ട് നോയിങ് ആക്ച്വലി. നിങ്ങൾ അയച്ചു തന്ന സമയത്ത് ഞാനത് നോക്കിയില്ലായിരുന്നു. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓഫീസിൽ ഈ ക്ലോസിംഗ് എല്ലാം നടക്കുന്നുണ്ട്, മന്ത്രണ്ടല്ലായിരുന്നു. അങ്ങനെ അത് നോക്കി, അങ്ങനെ അന്നേരമാണ് ഇത് പോയതറിയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രൂപേഷ് ഇങ്ങനെ പലപ്പോഴും പല ക്യാരക്ടറും അയച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് രൂപേഷ് മാത്രമല്ല പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ കൊള്ളാവുന്ന ക്രിയേറ്റീവായ കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, കൊള്ളാം, ഗ്രേറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കിത് നമ്മുടെ ഇൻസ്റ്റയിൽ ഇത് പോസ്റ്റ് ചെയ്തുകൂടാ. കൊള്ളാം. അപ്പോൾ പലപ്പോഴും പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും വോയിസ്, ആ ഒരു ആക്ടറിൻ്റെ ആണെങ്കിൽ ആ വോയിസ് എടുത്തിട്ട് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ഫീൽ ചെയ്തത് ഓൺ വോയിസിൽ ചെയ്ത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഒരു മിക്സിങ്ങിലും ഒന്നുമില്ല. ഈ മൊബൈലിൽ ഡയറക്റ്റ് എടുത്ത് ആ സാധനം നിങ്ങൾക്ക് അയച്ചു തന്നെ, അതാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തത്. അതിൽ വേറെ മറ്റുള്ള സിനിമയിൽ എടുക്കുന്ന പോലെ കട്ട് പീസോ ഒന്നുമില്ല. എല്ലാം സ്ട്രെയിറ്റ് ഒരു ചാനൽ ഒരു സ്ട്രെച്ചിലെടുത്ത സാധനം. അതാണ് ഇഷ്ടപ്പെട്ടത്. അതിട്ടു. കാഷ്വലി നമ്മൾ പല ഇതും ഇടാറുള്ളത് പോലെ അതിട്ട് ഏകദേശം ഒരു 4 മണിയാകുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. മോർണിംഗിൽ ഇട്ടാണ്. 4 മണിയായപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ കാണാം അത് 62K ആയിരിക്കുന്നു. അമേസിങ്. പിന്നെ അത് ഈവനിങ് ആയപ്പോഴേക്കും, നൈറ്റ് ആയപ്പോഴേക്കും അത് 1 മില്യൺ ആയി. അപ്പോൾ ഗ്രേറ്റ്. വൺ ഡേയിൽ 1 മില്യൺ, നെക്സ്റ്റ് ഡേ 2 മില്യൺ. അപ്പോൾ അത് ഏതായാലും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഷാജിയേട്ടൻ ഞാൻ പല പിന്നെ എൻ്റെ വീഡിയോസും പാട്ടുകളെല്ലാം അയച്ചതുണ്ട്, പക്ഷെ അതൊന്നും ഷാജിയേട്ടൻ അങ്ങനെ ആ സമയത്ത് ഇതേപോലെ ഷെയർ ചെയ്യില്ല. ഇത് പെട്ടെന്ന് ഞാനും സർപ്രൈസ്ഡ് ആയി പോയി. ഇതെന്താ ഇത് മാത്രം പുള്ളിക്കാരൻ ഷെയർ ചെയ്തത്? അപ്പം മേ ബി ഒരു നിമിത്തം, ഒരു സമയമില്ല, നമ്മുടെ ഒരു സമയം. ഇപ്പം തരുൺമൂർത്തിൻ്റെ സമയം, പിന്നെ നമ്മളെ എന്താ പറയുക കമൽ സാറിന്റെ സമയം, ശരിക്കും രൂപേഷിന്റെ ടൈം. അതുപോലെ രൂപേഷ് അത് ആ 2 മണിക്ക് അത് ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടിയത്. ഇതിന്റെ എല്ലാം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഈ രൂപേഷ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലേക്ക് തങ്ങിടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമ്മുടെ കുറച്ച് സർക്കിളാണ് ഇത് വർക്കൗട്ട് ആവുന്നത്. ആ സർക്കിൾ ഇടുമ്പോഴേക്കും അവർ കുറച്ച് പേര് ഇത് കാണുകയും അവർ ഷെയർ ചെയ്യും. ഇത് നമ്മളെ സപ്പോർട്ടില്ല, ഇതൊന്നും ഒരിടത്തും എത്തൂല. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ലോകത്തിന്റെ പല ഭാഗത്തും നമുക്ക് സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നിങ്ങൾക്കും വൈറലാവാൻ പറ്റും.